ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പ്രശാന്ത് സാർ ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്തു വരുന്നത്. അധർമ്മസ്ഥല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വളരെ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം വന്നത് മലയാളി പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ്. ഈ വാർത്ത എത്രത്തോളം യാഥാർത്ഥ്യമാണ്? മലയാളി പെൺകുട്ടികളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്? ധർമ്മസ്ഥ ഒരു ക്ഷേത്രനഗരി. ഇപ്പം ഇന്ത്യയെ ഞെട്ടിച്ച് ലോകത്തെ ഞെട്ടിച്ച് കൊണ്ടിരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതായത് ഇപ്പം ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ മരണവുമായിട്ട് വന്ന അന്വേഷണം, അതിന്റെ പേര് സൗജന്യ. ഈ പറയുന്ന അന്വേഷണം ഇപ്പൊ വെളിയിൽ വരാൻ ഉണ്ടായ കാരണത്തിന്റെ പുറത്തുള്ള അന്വേഷണം അല്ലെങ്കിൽ ഒരു കേസ്, അത് ഏതാണ്ട് 2012 ഒക്ടോബർ 9 നടന്നൊരു സംഭവമാണ്. ഈ പെൺകുട്ടി മഞ്ജുനാഥശ്വര കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. ഈ ദിവസം തന്നെ ഈ പറയുന്നത് പോലെ ആ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അപ്പം ആ ദിവസം സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് കൂട്ടുകാരുമൊത്ത് വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി ആ കൂട്ടുകാരുമായിട്ട് എല്ലാം വർത്താനം പറഞ്ഞ് സന്തോഷത്തോടു കൂടി വണ്ടിയിൽ ഇറങ്ങി കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുകയും ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്ത സമയത്ത് ഈ പെൺകുട്ടിയെ കാണാതാകും. പെൺകുട്ടിയെ കാണാതാകുന്ന വിവരം പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന മാതാപിതാക്കൾ ചെല്ലുന്നു, വിവരം അറിയിക്കുന്നു. പോലീസ് കേസെടുക്കാതെ നിസ്സംഗത പാലിക്കുന്നു. നാട്ടുകാരിളകുന്നു. പിറ്റേന്ന് രാവിലെ പോലീസിന് നിർബന്ധപൂർവം FIR ഇടേണ്ടതായിട്ട് വരുന്നു. ഈ FIR ഇട്ടതിന് ശേഷം വീണ്ടും നാട്ടുകാർ അന്വേഷിക്കുമ്പോൾ ഇപ്പം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലത്ത് ഈ പെൺകുട്ടി അടിവസ്ത്രമില്ലാതെ വിവസ്ത്രയായി കൈ പുറകോട്ട് കെട്ടി വളരെ മാരകമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട് ശ്വാസം മുട്ടിച്ച് കൊന്ന രീതിയിലേക്ക് കാണപ്പെടുന്നു. അപ്പം അതാണ് കേസ്. ആ കേസ് അന്വേഷിച്ചു. വളരെ കൃത്യമായിട്ട് 3 പേരെ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്രദേശത്ത് ഇവരെ നാട്ടുകാർ ആ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അത് സംശയാസ്പദമായി കണ്ടിരുന്നു. പക്ഷേ ഈ 3 പേർ എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിലെ ട്രസ്റ്റികൾ അല്ലെങ്കിൽ അത്തരത്തിൽ വലിപ്പത്തിലുള്ള കമ്മിറ്റിക്കാരായിരുന്നു. പക്ഷേ പോലീസ് അന്വേഷിച്ചപ്പോൾ ഒരു പ്രതിയെ പിടികൂടി. CBI അന്വേഷിച്ചപ്പോൾ ആ പ്രതിയെ പിടികൂടി. സന്തോഷ് റാവു, ഈ സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരു പ്രതിയാണ് പിടികൂടിയത്. ഈ പ്രതിയെയാണ് കോടതിയിൽ ഹാജരാക്കി. ഈ പ്രതിയെയാണ് കോടതി വിചാരണ ചെയ്തത്. ഈ പ്രതിക്ക് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന തെളിവുകൾ ഒന്നും ഇല്ലാതെയാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കോടതിയിൽ തെളിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആ മനുഷ്യൻ വെളിയിൽ അല്ലെങ്കിൽ കോടതി വെറുതെ വിടുന്ന ഒരവസ്ഥ. എന്നിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പിറകിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ കൂടി നിൽക്കുകയും അയാൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കും ഒക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പം ഈ പ്രതിയെ പറ്റി പരിശോധിച്ചപ്പോൾ ഇയാൾ അമ്പലങ്ങൾ കയറി ഇറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനാണ്. ഇയാൾ അമ്പലങ്ങൾ കയറി ഇറങ്ങി സാത്വികനായിട്ട് അല്ലെങ്കിൽ അമ്പലങ്ങൾ കൊണ്ട് ജീവിക്കുന്ന, അവിടുന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന, ഉത്സവങ്ങൾ കാണാൻ പോകുന്ന ഒരു സാധാരണക്കാരൻ. അയാളെ പറ്റി പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ആ മനുഷ്യന് ലൈംഗിക ശേഷി പോലുമില്ല. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയുള്ള മനുഷ്യനല്ല. അദ്ദേഹത്തെയാണ് കേസിൽ പ്രതിയാക്കിയത്. കേസിൽ പ്രതിയാക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഈ കേസ് നാട്ടുകാർ ഏറ്റെടുക്കുന്നു, വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്നു, കേസിന്റെ പുറകിൽ നിൽക്കുന്നു. ആ കേസിനകത്ത് നിന്ന് ഊരിപ്പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു. അവർ കാണിച്ചു കൊടുത്ത പ്രതികൾ രാഷ്ട്രീയ പിടിപാടുള്ളവരും സമ്പത്ത് പിടിപാടുള്ളവരും ആ പ്രദേശം മൊത്തം നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു പ്രതിയെ കണ്ടെത്തി തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് പോലീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോലീസാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിയെ കൊണ്ടുപോയി അവിടുന്ന് ഈ പറയുന്ന പോലെ പ്രതിയുടെ എന്ന് പറയുന്ന വസ്ത്രങ്ങൾ കണ്ടെത്തി, അതിനൊന്നും പോലീസിന് പ്രശ്നമല്ല. നമ്മുടെ എസ്കത്തിയുടെ ഒക്കെ കഥ പണ്ടത്തെ അറിയാമല്ലോ. എന്തു ഉണ്ടാക്കുന്ന പോലീസ് വേണ്ടി വന്നാൽ. പോലീസിനെ മൊത്തത്തിലല്ല പറയുന്നത്, പോലീസിന് ആ കേസ് അന്വേഷിക്കാനും അറിയാം, ഇതുപോലെ കള്ളമായിട്ട് കേസ് ഉണ്ടാക്കാനും പറ്റുന്ന പോലീസുകാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഈ പറയുന്ന അമ്പലം വലിയ പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന അമ്പലമാണ്. ഉത്സവത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. ഒരു ദിവസം തന്നെ
ഈ പറയുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ തീർത്ഥാടനത്തിന് വരുന്നതും അമ്പലം നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെയുള്ള ഏതാണ്ട് 500 ഏക്കർ വരുന്നതും ഈ 500 ഏക്കർ സ്ഥലത്തിന്റെ നിയന്ത്രണം മൊത്തവും ഈ അമ്പലത്തിന്റെ ഭാഗമായിട്ടുള്ളവരുടെ കയ്യിൽ മാത്രം ഉള്ളതും അവിടെ പോലീസിന് യാതൊരു കാര്യവുമില്ലാത്തതുമാണ് എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് 5000 പേർക്ക് ഒരു സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പ്രാപ്തമായിട്ടുള്ള സൗകര്യം, ഞാൻ ഇതിന്റെ വലിപ്പത്തെ പറ്റി പറയാം, ഉള്ള അമ്പലമാണ്. അപ്പൊ ഈ അമ്പലത്തിന്റെ പരിസരത്ത് ഈ പറയുന്ന നമ്മൾ ഈ 2012 തൊട്ടുള്ള മാത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 600ഓളം കൊലപാതകങ്ങൾ, അതിനകത്ത് 400ഓളം സ്ത്രീകൾ, ഈ പറയുന്നത് പോലെ ഇപ്പം നീതു ആദ്യം ചോദിച്ചത്, അത് അവസാനം ഞാൻ പറയും, അതിനകത്ത് കാസർഗോഡ് നിന്നുള്ള നമ്മളുടെ മലയാളി പെൺകുട്ടികളും ഉൾപ്പെട്ടിരുന്നു. അതിന് പരാതി വന്നിട്ടുണ്ട്. അപ്പം അത് അവസാനം അതിന്റെ വിശദമായിട്ട് നമ്മൾ പറയാം. അപ്പം ഈ 400ഓളം ഇതിനകത്ത് ഒരു ശുചീകരണ തൊഴിലാളി ഈ പറയുന്നത് പോലെ അവിടുത്തെ മാനേജ്മെന്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി 100ഓളം ബലാത്സംഗം ചെയ്യപ്പെട്ട യുവതികളുടെ, ഒരുപക്ഷെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ, യുവതികളുടെ ഒക്കെ മൃതശരീരം സമ്മർദ്ദത്തിന് വഴങ്ങി കുഴിച്ചിട്ടിരിക്കുന്നു ഈ പറയുന്ന അദ്ദേഹം കാണിച്ചു കൊടുത്ത പ്രദേശം. അവിടുന്ന് തലയോട്ടികളൊക്കെ പൊക്കിയെടുത്തിട്ടുണ്ട്, കാട് പകർന്ന പ്രദേശം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു നമ്മൾ ഒരു പറഞ്ഞ ഒരു സൗജന്യ എന്ന് പറഞ്ഞ പെൺകുട്ടി മാത്രമല്ല, കൊല്ലങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഇത്രയും നടക്കുന്നു. അപ്പം ഈ പറയുന്നത് പോലെ ഇപ്പൊ ഈ 2012 ശേഷമുള്ള കാര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോ തന്നെ എത്ര കൊല്ലമായി. അപ്പൊ ഇത് കാലങ്ങളായിട്ടാണ് നടക്കുന്നത്. ഈ പറയുന്ന അറിയുന്നത് 600ഓളം കൊലപാതകങ്ങൾ, അതിനകത്ത് 400ഓളം വരുന്നു. അത് ആ പ്രദേശത്തുള്ളവരുണ്ടാകുന്നു, ആ പ്രദേശത്തിന് വെളിയിലുള്ളവരുണ്ടാകുന്നു, പല പ്രദേശത്തു നിന്നും വരുന്നവരുണ്ടാകുന്നു, ഇവരെ തട്ടിയെടുക്കുന്നു, ഇതിന് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ആളുണ്ടാവുന്നു, അതിന് ഓട്ടോക്കാരുണ്ടാവുന്നു, ഇതെല്ലാം മറച്ചു പിടിക്കുന്നതിന് വേണ്ടി വലിയ സംവിധാനം ഉണ്ടാകുന്നു. അപ്പൊ ഇത് ഞാനീ പറഞ്ഞ ഒരു ബലാത്സംഗം ഒരു പെൺകുട്ടിയെ 1, 2, 3 പേര് കൂടി നടത്തുന്നതല്ല. ഇത് വളരെ കാലമായിട്ട് ഈ പറയുന്നത് പോലെ ബലാത്സംഗം നടക്കുകയും ആ ബലാത്സംഗങ്ങളൊക്കെ തെളിവില്ലാതെ പോവുകയും അന്വേഷിച്ചാൽ പോലും അതിനകത്ത് വ്യക്തതയില്ലാതെ പോവുകയും അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ നിഗൂഢമായ സ്ഥലം. അല്ലെങ്കിൽ ഇത് നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു ശ്മശാന ഭൂമി പോലെ 100 പേരെ കുഴിച്ചിട്ട ഒരുത്തന്റെ വെളിപ്പെടുത്തൽ. ആ കുഴിച്ചിട്ടവൻ ഈ മൃതദേഹം കത്തിക്കുന്നു, അതിനുശേഷം കുഴിച്ചിടുന്നു. അപ്പൊ ഈ ഒരുത്തൻ ഇത് ചെയ്തപ്പോൾ എത്ര വെളിപ്പെടുത്താത്തവർ വെളിയിലുണ്ടാവും. ഇയാൾ ഇത് വെളിപ്പെടുത്താൻ ഉണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇയാളുടെ വീട്ടിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ ഇതുപോലെ ബലാത്സംഗത്തിന് ഇരയായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോഴാണ് ഇയാൾ ഇത് വെളിപ്പെടുത്തിയത്. അയാൾ ഉമിത്തി പോലെ എരിഞ്ഞു, അയാൾക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ വന്നു. വെളിപ്പെടുത്തിയതിന് ശേഷം ഇയാൾ അതിനുശേഷം നാടുവിടുകയാണ്. ഇത് വെളിപ്പെടുത്താൻ ഇത്രയും കൊല്ലത്തിന് ശേഷം വരികയാണ്. ആ വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇയാളെ പറ്റിയുള്ള വ്യക്തമായ റിപ്പോർട്ട് വെളിയിൽ വിട്ടിട്ടില്ല. അപ്പൊ എത്രയ്ക്ക് വലിയ വലിപ്പത്തിൽ ഉള്ളവരാണ് ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട്, ഇതിന് തെളിവെടുപ്പിന് ശുചീകരണ തൊഴിലാളി പറഞ്ഞെടുത്ത് പോലീസ് ചെല്ലാൻ തയ്യാറാവുന്നില്ല. കോടതി ഇടപെട്ടിട്ടൊക്കെ പോലും ഈ പറയുന്നത് പോലെ ആ സംഭവവികാസത്തെ പറ്റി അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ല. കഴിഞ്ഞ ദിവസം സമ്മർദ്ദത്തിന് വഴങ്ങി ഒരുപക്ഷെ മുഖ്യമന്ത്രി അന്വേഷണം വേണ്ടവണ്ണം നടക്കുമെന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നു. അപ്പം ഈ പ്രസ്താവന ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് സമ്മർദ്ദത്തിന് വഴങ്ങി പറയേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഇപ്പൊ ഈ ഇതേ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം വളരെ കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന ഈ 400ഉം 600ഉം അല്ലാത്ത, വ്യക്തതയില്ലാത്ത, എവിടെ നിന്നറിയാത്ത, ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങളുടെ അമ്മ കുഞ്ഞ് നഷ്ടപ്പെട്ടു, എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന ആള് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വളരെ കൂടുതൽ പരാതിയുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വലിയ നിഗൂഢമായ കാര്യം. ഈ 600 എന്ന് പറയുന്നത് അതിനകത്ത് പരാതിയുണ്ട്, തെളിവുകളില്ല, ആൾക്കാരെ പിടിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ വീണ്ടും വരുന്നു. അതിനകത്താണ് കാസർഗോഡുകാരി ഒരു പെൺകുട്ടിയെ ക്രൂരമായി പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതിന് ശേഷം 2 കാലുകളും ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പൊ ആ പരാതിയുമായിട്ട് ഈ പറയുന്ന ആ പെൺകുട്ടിയുടെ ആങ്ങള വന്നിരിക്കുകയാണ്. അതും വളരെ പുറകോട്ടുള്ള പരാതിയാണ്. കാരണം പരാതി കൊടുക്കാൻ നിവൃത്തിയില്ല, പരാതി എടുക്കാൻ ആളില്ല, പരാതി കേൾക്കാൻ സംവിധാനമില്ല. അവിടെ നിന്ന് പരാതി കൊടുത്തിട്ട് വെളിയിൽ പോയി രക്ഷപ്പെട്ടു പോകാൻ അവസ്ഥയില്ല. അത്രയ്ക്കും നിഗൂഢമായ, അല്ലെങ്കിൽ ചില കൈകൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ. ഒരു അമ്പലത്തിന്റെ മറവിൽ ഒരു 500 ഏക്കറിനകത്ത് ഇതുപോലെ നടക്കുന്ന ഒരു നിഗൂഢമായ സംഭവം. എല്ലാവരും ശാന്തി, അല്ലെങ്കിൽ ആ വലിയ അമ്പലം, അത്രയ്ക്ക് വലിയ പ്രശസ്തമായിട്ടുള്ള അമ്പലം, 8ാം നൂറ്റാണ്ടിൽ മുതലുള്ള അമ്പലം, ആ അമ്പലത്തിന്റെ മറവിലാണ് ഈ പറയുന്നത് പോലെ ഞാൻ ഈ പറഞ്ഞ കഥ 2012 ആണ്. അതിനുശേഷം 1987-ലും
ഒക്കെ ഉള്ള കഥകൾ അല്ലെങ്കിൽ കേസുകൾ വന്നിട്ടുണ്ട്. 75 തുടർന്നുള്ള കേസുകൾ പോലും ഇപ്പോൾ വെളിയിൽ വരുന്നുണ്ട്. അപ്പം ഇത്രയും കാലത്തിനകത്ത് ഇത് നടത്തുന്ന ഒരു മാഫിയ, ഇതിന്റെ ഒരു നിഗൂഢത, അവിടെ ചെല്ലുന്നവരെ പിടിച്ചുകൊണ്ട് പോകുന്നു, അവിടെ ചെല്ലുന്നവരെ ഇഷ്ടമുള്ളവരെ ആ അമ്പലത്തിന്റെ ഭാഗമായിട്ടല്ല ചെല്ലുന്നവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതൊന്നും തെളിയിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള സമ്പന്നരും അല്ലെങ്കിൽ അത്രയ്ക്ക് രാഷ്ട്രീയ ബലമുള്ളവരും പിടിപാടുള്ളവരും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ വെളിയിൽ വന്നിരിക്കുന്നത്. ഇത് എത്രത്തോളം വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കും, എത്രത്തോളം തെളിയിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും ആശങ്കയാണ്. അല്ലെങ്കിൽ നിയമവിദഗ്ധർ പറയുന്നത് ഈ കേസുകൾ ആരാണെന്ന് എങ്ങനെ അറിയും, കുഴിച്ചിട്ടത് ആരെയാണെന്ന് എങ്ങനെ അറിയും, ആരുടെയൊക്കെ പരാതിയുടെ പുറകിലായിരിക്കും കേസെടുക്കുന്നത്, ഈ കുഴിച്ചിട്ടതിനകത്ത് പരാതിക്കാരുടെ ബന്ധുക്കളുണ്ടോ, അപ്പം മാത്രവുമല്ല ഇത്രയും പഴക്കമുള്ളവർ, ഈ കേസിനകത്ത് സാക്ഷി പറയാൻ സാധ്യതയുള്ളത് ആര്, അല്ലെങ്കിൽ ഈ ഒരു ശുചീകരണ തൊഴിലാളി 100 പേരെ കുഴിച്ചിട്ടെന്ന് പറയുമ്പോൾ അവൻ ഈ കുഴിച്ചിട്ടവരെ പറ്റിയോ അല്ലെങ്കിൽ ആ മൃതശരീരത്തിന്റെ ഡീറ്റെയിൽസിനെ അല്ലെങ്കിൽ വ്യക്തത കൊടുക്കുന്നതിന് വേണ്ടി എത്ര സാധിക്കും, അവൻ കുഴിച്ചിട്ടെന്നല്ലേ പറയാൻ പറ്റൂ. അപ്പൊ ഇതിന്റെ പുറകിൽ ഈ കൊലപാതകങ്ങൾ തെളിയണമെങ്കിൽ അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങൾ കൃത്യമായി വരണമെങ്കിൽ അതിന് പരാതിക്കാരനും സാക്ഷികളും തെളിവുകളും ഒക്കെ ഉണ്ടാവണം. ഏതാണ്ട് ഇതുവരെ പരിശോധിക്കുമ്പോൾ ഒക്കെ തെളിവുകളില്ലാത്തൊരവസ്ഥ. ഉള്ളതും പരാതിക്കാരനും ആയ ഈ പറയുന്ന സൗജന്യയുടെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞല്ലോ, CBI അന്വേഷിച്ചിട്ടും പ്രാദേശിക ഗവൺമെന്റ് അന്വേഷിച്ചിട്ടും അല്ലെങ്കിൽ അവർ വ്യക്തത വരുത്തി നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും അവരുടെ പേരിൽ ഒരു തെളിവുമില്ല. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുന്നു. ഒരു പാവം പിടിച്ചവൻ, ഒരു ശേഷിയും ഇല്ലാത്തവൻ, ആരോരും ഇല്ലാത്തവൻ, ആ നാട്ടുകാരനല്ലാത്തവൻ പ്രതിയായി വരുന്നൊരവസ്ഥ. അപ്പോൾ വ്യക്തതയില്ലാത്ത ഈ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഈ 100 കണക്കിന് കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ കൊല്ലങ്ങൾക്ക് പുറകിലോട്ടുള്ള ഈ കൊലപാതക പരമ്പര ഇതെങ്ങനെ തെളിയിക്കും എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും നിഗൂഢമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പോലീസ് സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നില്ല, കാര്യക്ഷമമല്ല, അല്ലെങ്കിൽ പോലീസിനോ സംവിധാനങ്ങൾക്കോ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല, അല്ലെങ്കിൽ അവർക്ക് അവിടെ ചെല്ലാനോ അല്ലെങ്കിൽ ചെല്ലുന്നതിനോ അല്ലെങ്കിൽ ചെല്ലാനോ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്കുമാണ് ആ പ്രദേശത്തെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കാരണം, അതിന്റെ പുറകിൽ ഒരു നിഗൂഢത വളരെ പുറകോട്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ കാലങ്ങളായിട്ട് ബലാത്സംഗം നടക്കുന്നു. അതായത് ഈ കാലങ്ങളായിട്ട് ഈ ക്രൂരകൃത്യം ചെയ്യുന്ന നിഗൂഢ ശക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ആ പ്രദേശത്തുണ്ട്. അത് തുടർന്നുകൊണ്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എത്രത്തോളം വെളിയിൽ വരും അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഇല്ലായ്മയാകും, നാളെ എങ്ങനെയാകും എന്നൊക്കെയുള്ള കാര്യം നോക്കിക്കണ്ട് അല്ലെങ്കിൽ വരുന്നതിനനുസരിച്ചേ പറയാൻ പറ്റത്തുള്ളൂ. യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കേസായിട്ടും എന്നാൽ വളരെ വലിയ ഭയത്തോടും ആശങ്കയോടും കൂടി കേൾക്കേണ്ട ഒരു കേസായിട്ടും ഈ പറയുന്ന കേസ് മാറുന്നു എന്ന് മാത്രമാണ് ഇതുവരെയുള്ള പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. യെസ്, അതാണ്. എന്തായാലും ധർമ്മസ്ഥല ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമാകുകയാണ്. 1998നും 2014നും ഇടയിൽ വലിയൊരു ക്രൂരകൃത്യങ്ങളാണ് അവിടെ നടന്നത്. പക്ഷേ പോലീസ് എന്തുകൊണ്ട്, പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ, പോലീസ് എന്തുകൊണ്ട് ഈ കേസിനോട് ഇത്രയേറെ അവഗണന കാണിക്കുന്നു, അലംഭാവം കാണിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. 1987ലും പോലീസ് പറയുന്ന 98നും 2014നും ഇടയിൽ നടന്നു എന്ന് പറയുമ്പോഴും 1987 അവിടെ നിന്നൊരു സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചിരുന്നുവെന്ന് നാട്ടുകാർ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ന് മുതൽ എന്ന് വരെ എത്ര പേർ മരിച്ചു എന്നതൊന്നും പോലീസിന്റെ കയ്യിൽ വ്യക്തമായ കണക്കുകളില്ല. ഊഹാപോഹങ്ങൾ മാത്രമാണ് പുറത്തുവിടുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.